പ്രൗഢമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ 10ാമത് ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറിയായ MT അബ്ദുസ്സമദ് സുല്ലമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, MSMന്റെ ഈ ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതീവമായ സന്തോഷമുണ്ട്. അറബി ഭാഷ പഠിക്കുന്ന വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അറബി മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അറബി ഭാഷ പഠിതാക്കളും അറബി ഭാഷയെ സ്നേഹിക്കുന്നവരുമുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച അറബി മലയാള സാഹിത്യകാരന്മാരുടെ ഒരു സമ്മേളനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ അറബി ഭാഷ കവികളും സാഹിത്യകാരന്മാരുമൊക്കെ കേരളത്തിലെ അറബി ഭാഷാ താല്പര്യവും അറബി ഭാഷ പഠിതാക്കളുടെ എണ്ണവുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായി. അറബ് നാടുകളുമായി കേരളത്തിനുള്ള ചിരപുരാതനമായ ബന്ധം, അതേപോലെ തന്നെ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോന്നിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാമാണ് കേരളത്തിൽ അറബി ഭാഷയെ ഇത്രത്തോളം അതിൻ്റെ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അറബി ഭാഷ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷാ പഠനത്തിലൂടെ അവരുടെ മുന്നിൽ തുറന്ന് കിട്ടുന്നത് വിപുലമായ സാധ്യതകളാണ്. ഒരു ലോകഭാഷ എന്നുള്ള നിലക്ക് അറബി ഭാഷ അഭ്യസിക്കുന്നതിലൂടെ, അറബി ഭാഷ പഠിക്കുന്നതിലൂടെ പല മേഖലകളിലുമുള്ള പലതരത്തിലുള്ള തൊഴിലവസരങ്ങൾ അവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട്. IT മേഖലയിലും ടൂറിസം, അതുപോലെ തന്നെ വിവർത്തന മേഖലകൾ, ട്രാൻസ്ലേഷൻ മേഖലകൾ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിലെ ഭാഷാ പ്രാവീണ്യമുള്ള ആളുകൾക്ക് മുന്നിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാടുകളിൽ പോലും ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഭാഷ പഠിക്കുന്ന പല ആളുകളും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. കേവലം ഒരു LP സ്കൂളിലോ UP സ്കൂളിലോ അല്ലെങ്കിൽ
കോളേജ് തലത്തിലോ ഉള്ള അധ്യാപകരാകുക എന്നുള്ളതിനപ്പുറത്ത് കമ്പനികളിലും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലുമൊക്കെയുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറബി പഠിക്കുന്ന ആളുകളുടെ മുന്നിലുള്ള ഇത്തരം തൊഴിലവസരങ്ങൾ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ഭാവി ജീവിതം ഭാസുരമാകും. അറബി ഒരു തൊഴിൽ നൽകുന്ന ഒരു ഭാഷ എന്നുള്ളതിനപ്പുറത്ത് അറബി ഭാഷ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഓരോ ഭാഷയും ഓരോ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അറബി ഭാഷ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഏതാണ് അറബി ഭാഷ പ്രതിനിധീകരിക്കുന്ന സംസ്കാരം എന്ന് ചോദിച്ചാൽ അത് ദൈവിക ഗ്രന്ഥമായ ഖുർആനിൻ്റെയും ആ ഖുർആനിൻ്റെ വിശദീകരണമായ പ്രവാചക ചര്യയുടെയും സംസ്കാരമാണ്. ആ സംസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളാണ് അറബി ഭാഷയിലൂടെ രണ്ടാമതായി നമുക്ക് ലഭിക്കുന്നത്. ഭാഷാ പഠനത്തിലൂടെ ഉന്നതമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് പോലെ തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഉന്നതമായ മൂല്യങ്ങൾ പഠിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കും. ബഹുമാന്യനായ കെ.പി. മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയാറുള്ള ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. സുലൈം അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുന്ന സമയത്ത് അദ്ദേഹം നൽകാറുള്ള ഒരു ഉപദേശമുണ്ട്. നിങ്ങൾക്ക് ഈ പഠനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് 2 കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. നിങ്ങൾ മൂസാ നബിയുടെ മാതാവിനെ പോലെയാണ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. മൂസാ നബിയുടെ മാതാവിന് ചില കാരണങ്ങളാൽ കുട്ടിയെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ കുട്ടിയെ മാതാവിനെ തന്നെ തിരിച്ചു കിട്ടുകയാണ്. കുട്ടിയെ തിരിച്ചു കിട്ടി ആ മാതാവ് തന്നെ ആ കുട്ടിക്ക് പാലൂട്ടുന്നു. പാലൂട്ടുന്ന സമയത്ത് ആ മാതൃത്വം തിരിച്ചു കിട്ടി, കുട്ടിയെയും തിരിച്ചു കിട്ടി. അതോടൊപ്പം തന്നെ പാലൂട്ടുന്നതിനുള്ള പ്രതിഫലവും ആ മാതാവിന് ലഭിക്കുന്നു. എന്നതുപോലെ 2 പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതേപോലെ അറബി ഭാഷ പഠിക്കുന്ന ഒരാളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള 2 അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന തൊഴിലവസരങ്ങൾ. രണ്ടാമത്തേത് ഈ ഭാഷയുടെ സംസ്കാരവും ഈ ഭാഷ പ്രതിനിധാനം ചെയ്യുന്ന ആദർശവും പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥിനികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ പഠന രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് കൃത്യമായി നമ്മുടെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളും കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഭാഷ സ്വായത്തമാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പഠിക്കാനും പകർത്താനുമുള്ള ഈ ഭാഷയെ, പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഈ ഭാഷയെ നിങ്ങൾ പഠിക്കുക, അറിവിൻ്റെ പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. എന്നിട്ട് നേരത്തെ ഇവിടെ കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, നേതൃത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ അറബി കോളേജുകളൊക്കെ സ്ഥാപിക്കുമ്പോഴും ഈ അറബി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന ആളുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള, മുന്നിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഇനി പ്രവേശിക്കേണ്ടുന്നത് എൻ്റെ മുന്നിലുള്ള വിദ്യാർത്ഥികളാണ്. അവരാഗ്രഹിച്ചതുപോലെ, അവർ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ കലാലയങ്ങളെ മാറ്റിയെടുക്കുവാനും ആ അറബി കലാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾ മാതൃകായോഗ്യമായ പ്രബോധകന്മാരും അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സംസ്കരണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ മുന്നിൽ നിൽക്കുന്നവരുമായി തീരേണ്ടുന്നത് ഇനി പഠിച്ചു വരുന്ന പുതിയ തലമുറയാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വിജ്ഞാനമാർജിക്കുക, കരുത്താർജിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലാ ഇബാദിഹിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.